ഹലോ, ഇന്ന് ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്. ഒരു പേപ്പർ എടുക്കുക, 17 സെൻറ്റിമീറ്റർ സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും ഹാഫായിട്ട് മടക്കാം. രണ്ട് വശവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്ത കോർണറിലേക്കായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഹാഫായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴേന്ന് മുകളിലേക്കായിട്ട് ചെറിയ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇനി രണ്ട് വശത്ത് നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. പേപ്പർ പതുക്കെ ഒന്ന് നിവർത്തി വയ്ക്കാം. ഇനി ആ മടക്ക് വീണ പാടുകളിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമുക്ക് രണ്ട് കോർണറുകളുടെ സൈഡിലായിട്ട് ഒരു എം ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തെ പേപ്പറിൻ്റെ ടിപ്പ് എമ്മിൻ്റെ സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി പേപ്പർ നേരെ തിരിച്ച് മടക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ലൈനിലൂടെ ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് മടക്കിയതിൻ്റെ പാടുകളിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കേണ്ടത്. ഇനി പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡൊക്കെ അതേപോലെ ഒന്ന് മടക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നുന്നുണ്ടെങ്കിലും ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പമാണ്. നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട്. ഇനി ബാഗിലേക്കുള്ള ഹാൻഡ് സ്ട്രാപ്പ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് 0.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ഉള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് സൈഡിലും ഗമ്മാക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ രണ്ട് വശത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ ഈ കുട്ടി ബാഗ് ഇഷ്ടമായോ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.